54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആ വിക്ഷേപണം. 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് SLS റോക്കറ്റ് കുതിച്ചുയർന്നത്. 4, 3, 2, 1. Booster ignition. And next. Good roll pitch. Roger, roll pitch. Houston now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time passing 30 seconds until the flights. Integrity passes the alternate MECO. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity, 3 miles in altitude. Traveling more than 1,200 miles per hour. Altitude 8 miles downrange, traveling more than 2,600 miles per hour. അഭിലാഷ് KP കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ 54 വർഷങ്ങൾക്ക് ശേഷമുള്ള ദൗത്യം എന്ന് പറയുമ്പോൾ പോലും ഈ ആർട്ടമിസ് 2 ഈ ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന ഒരു മിഷൻ. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? എൽദോ, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള ഉദ്യമവും ആയാണ് ആർട്ടിമിസ് 2 ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുന്ന തരത്തിൽ മനുഷ്യ ജീവിതങ്ങളെ മാറ്റുക, മനുഷ്യന്റെ മറ്റൊരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുക. ഒപ്പം ചൊവ്വയിൽ ഭാവിയിൽ ഇനി താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഇടനില അല്ലെങ്കിൽ ഇടത്താവളം എന്ന നിലയിലേക്ക് ചന്ദ്രനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും സുദീർഘമായ പരീക്ഷണങ്ങളുടെ ഒരു വിജയഘട്ടം കടന്നിരിക്കുന്നു നാസ എന്ന് തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആണ് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചുയർന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് നാസയുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റോക്കറ്റ് ആണ്, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ് ഈ റോക്കറ്റിന്റെ പേര്. ഈ റോക്കറ്റിനകത്ത് ഓറിയോൺ എന്ന പേടകമുണ്ട്. 32 നിലകൾ ഉള്ള ഒരു റോക്കറ്റ് ആണ് ഇത്. ഇതിനകത്ത് 4 അറകളും ശുചിമുറികളും അതോടൊപ്പം തന്നെ ഓക്സിജൻ, ഭക്ഷണം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഓറിയോൺ എന്ന പേടകം ആണ് ഉള്ളത്. ഈ ഓറിയോൺ പേടകത്തെ ചന്ദ്രോപരിതലത്തിലേക്ക് അല്ലെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഇപ്പോൾ വിജയകരമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ നാസ ശാസ്ത്രജ്ഞരെ അല്പമൊന്ന് വിയർപ്പിച്ചിരുന്നു. കാരണം വിക്ഷേപണം ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഓറിയോൺ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അത് തിരിച്ചു ലഭിക്കുകയും ഈ യാത്രക്കിടയിൽ തന്നെ അവർ കാണുന്ന, അതായത് ഭൂമിക്ക് കിലോമീറ്ററുകൾ മുകളിൽ നിന്നുകൊണ്ട് അവർ കാണുന്ന കാഴ്ച എന്ത് എന്നത് സംബന്ധിച്ച സന്ദേശങ്ങൾ കൃത്യമായി സ്പേസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അടക്കം അയച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടം നമുക്ക് പൂർണ്ണമായും വിജയം എന്ന് തന്നെ പറയാം. 10 ദിവസം നീളുന്ന ഈ ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 9,000 കിലോമീറ്റർ വരെ അടുത്തേക്ക് എത്തുക. എൽദോ, ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഏതാണ്ട് 22 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഈ സംഘം സഞ്ചരിക്കുന്നത് എന്നതാണ്. അതായത് നമ്മുടെ ഭൂമിയെ 50 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന ദൂരം ആണത്. ഒരു പക്ഷേ ലോകത്ത് ഇതുവരെയും മനുഷ്യർ നടത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമേറിയ യാത്ര എന്നതുകൂടിയാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഈ ചന്ദ്രോപരിതലത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബഹിരാകാശ നിലയം എന്ന നിലയിൽ തന്നെ ഒരു ലൂണാർ സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നതാണ്. ഈ സ്പേസ് സെന്ററിനെ ഉപയോഗിച്ചുകൊണ്ട് ഹീലിയം 3 ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ പരിശോധനയും അങ്ങനെ ധാതു ഖനനവും സാധ്യമാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം. ഭാവിയിൽ ഒരു പക്ഷേ ഈ ധാതുക്കൾ, നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഭൂമിയിലെ ധാതുക്കളുടെ ലഭ്യത കുറയുന്നത് നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്ന് ധാതു ഖനനം സാധ്യമാകുന്നുവെങ്കിൽ അങ്ങനെ ധാതുക്കൾ അടക്കം ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം ചൊവ്വയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ഇപ്പോഴും പരിവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ അവിടെ ഒരു ഇടത്താവളമാക്കി മാറ്റുക, അതായത് സ്ഥിരമായ നിർമ്മിതികൾ ചന്ദ്രനിൽ നടത്തുക എന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെ സ്ഥിരമായ നിർമ്മിതികൾ നടന്നിട്ടില്ല.
എന്നതാണ് പ്രത്യേകത. അത്തരം നിർമ്മിതികൾ സാധ്യമാകുമോ എന്നതുകൂടിയാണ് ലക്ഷ്യം. അത് സാധ്യമാകുന്നു എങ്കിൽ അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് 2027 ആണ് ആരംഭിക്കാൻ പോകുന്നത്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1972 അപ്പോളോ 17 എന്ന ഉദ്യമത്തിൽ ആണ് അവസാനമായി ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിച്ചത്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത്. ഈ യാത്രാ സംഘത്തിലെ അംഗങ്ങൾ ഇവർ ആണ്. റീഡ് വെസ്ബാൻ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ കൂടിയാണ്, ബഹിരാകാശ സഞ്ചാരിയാണ്. റീഡ് വെസ്ബാൻ ഈ സംഘത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം. ഇതിൽ ഒരു പൈലറ്റിൻ്റെ സ്വഭാവത്തോടു കൂടി ഈ സംഘത്തെ നയിക്കുന്നത് വിക്ടർ ഗ്ലോഗർ ആണ്. അദ്ദേഹവും നാസയിൽ നിന്നുള്ള ആളാണ്. എടുത്തു പറയേണ്ടത് ആദ്യമായി ഈ ചന്ദ്രദൗത്യത്തിൽ ഒരു വനിത ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റീന കോച്ച് ആണ് ഇത്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് ക്രിസ്റ്റീന. അതോടൊപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ജെറമി ഹാൻസൺ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയല്ല, മറിച്ച് കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ സഞ്ചാരിയാണ്. അമേരിക്കക്കാരൻ അല്ലാത്ത യാത്രികൻ എന്ന പ്രത്യേകതയുമുണ്ട്. ഈ 4 പേരും ദിവസങ്ങളായി ക്വാറന്റൈനിൽ ആയിരുന്നു. അതായത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കൃത്യമായി ആരോഗ്യം അടക്കം പരിരക്ഷിച്ചുകൊണ്ട് ഇവർ ദൗത്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ 4 പേർ ആണ് ഇപ്പോൾ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവരശേഖരണം നടത്തി അവർ തിരികെ എത്തും. എൽദോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ ദൗത്യത്തിന്റെ അവസാനം, അതായത് ഇവർ 10 ദിവസത്തിന് ശേഷം മടങ്ങി എത്തുക എന്നതാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് 40,000 കിലോമീറ്റർ വേഗതയിൽ ആയിരിക്കും ഈ പേടകം. ഇപ്പോൾ ഇത് റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ആണല്ലോ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഓറിയോൺ പേടകം എന്നത് തിരികെ, അതായത് ഓക്സിജനും ഭക്ഷണവും ശുചിമുറിയും ഒക്കെ ഉൾപ്പെടുന്ന 4 സ്വകാര്യ അറകൾ ഉൾപ്പെടുന്ന ഈ പേടകം തിരികെ എത്തുന്നത് 40,000 കിലോമീറ്റർ വേഗതയിലായിരിക്കും എന്നുള്ളതാണ്. ഈ വേഗതയിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കുമ്പോൾ അത് ഈ സൂര്യൻ്റെ താപവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ്ട് സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂട് എത്രയാണോ അതിൻ്റെ പകുതി ചൂട്, അതായത് 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആയിരിക്കും ചൂട് എന്നതാണ്. ഒരു പക്ഷേ അത് ഒരു സാധാരണ മനുഷ്യന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. 2700 അധികം വരുന്ന ചൂട് എന്നത്. അപ്പോൾ ഇത്രയും ചൂടിനെ സഹിക്കാൻ പറ്റുന്ന ഒരു പേടകം ആണത്. അതിനുശേഷം ആ പേടകം ഭൂമിയിലേക്ക് കടന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചിത ദൂരപരിധിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി ഈ യാത്രികർ വേർപിരിയുകയും അങ്ങനെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതി ഇപ്പോൾ വിജയകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം വലിയ നേട്ടങ്ങളുമായി അവർ തിരികെ എത്തും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. റൈറ്റ്, അതാണ് ഏതാണ്ട് 10 ദിവസത്തെ സമയം. ആ സമയം ചന്ദ്രനെ ചുറ്റിപ്പറന്ന് വലിയ ഒരു നാഴികക്കല്ല് കുറിക്കുക എന്നുള്ളതാണ് ആർടെമിസ് 2-ന്റെ ദൗത്യം. അതിലാദ്യമായി ഒരു വനിതയും ഉൾപ്പെടുന്നു ചന്ദ്രദൗത്യത്തിൽ. ഏപ്രിൽ 10 കൂടി അവർ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.